ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ ആദ്യമായിട്ട് നല്ലൊരു കിളിക്കുട്ടിയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ലൊരു കുഷ്യൻ കവറാണ് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 18 ഇഞ്ചസിന് വിടാം, 16 ഇഞ്ചസിന് വിടാം. ഇതിനകത്ത് കിടക്കുന്ന കുഷ്യൻ ഉണ്ടല്ലോ, അതിന്റെ സൈസ് നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ മൈക്രോ ഫൈബർ കുഷ്യൻസ് അവൈലബിൾ ആണ്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഇന്ന് ഫുള്ള് കിളികളാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ കട്ടൻ ഇട്ടപ്പോൾ ഞാൻ ആലോചിച്ചു അന്ന് ഇന്നൊരു കിളിയുടെ കുഷ്യൻ കവർ വെച്ചേക്കാന്ന്. അപ്പൊ നല്ല കിളിയുടെ നല്ല കുഷ്യൻ ഇവിടെ അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൈസാണ്. ഇതിന്റെ കറക്റ്റ് സൈസ് വന്ന് പറഞ്ഞാൽ 18 ഇഞ്ചസാണ്. പക്ഷെ ഇത് 16 ഇഞ്ചസിലും മൈക്രോ ഫൈബർ കുഷ്യൻസ് ആണെങ്കിൽ ഇത് നല്ല സുന്ദരമായിട്ട് ഇരിക്കും കേട്ടോ. ഇതിന്റെ കൂടെ നല്ല ഭംഗിയായിട്ട് നല്ല രസമില്ല, ഇത് കാണാനും നല്ല ഭംഗിയാണ്. നല്ല ഉരുണ്ടൊക്കെ ഇരിക്കും. ഈ കിളീനെ കാണാനും നല്ല ഭംഗിയാണ്. ഇത് കണ്ടോ, നല്ലൊരു പാവത്താനാണ് കേട്ടോ. നല്ല പാവത്താനായിട്ടിരിക്കുന്ന ഒരു കിളി കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ ഈ ബാക്കിൽ കിടക്കുന്ന കേജിന്റെ പുറത്ത് പറന്നു പോകുന്ന കിളിക്കുട്ടികൾ കേട്ടോ. ഇത് കണ്ടോ, നല്ല നമ്മുടെ കയ്യിൽ ഇതിപ്പോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മാഗ്നിസ്കേപ്സിലുണ്ടല്ലോ നമുക്ക് കട്ടൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നും പറയാൻ മറന്നു പോകും, കട്ടൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ കട്ടൻസിന് ചില കട്ടൻസ് ഒക്കെ നമുക്ക് റെഡി, ഓൾമോസ്റ്റ് എല്ലാം റെഡി സ്റ്റോക്ക് ആണ്. പിന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് വിത്തിൻ 24 hours നിങ്ങൾക്ക് നമ്മൾ തരും കേട്ടോ. ഇനിയുള്ളത് നല്ലൊരു ബെഡ് സ്പ്രെഡ് ആണ്. സിംഗിൾ ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആയിട്ടുള്ള ബെഡ് സ്പ്രെഡ് ആണ്. ആക്ച്വലി ഇത് നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. ഇപ്പോൾ ഒരു റൂമിലൊക്കെ ഉണ്ടല്ലോ, നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ സിംഗിൾ കോട്ടൺ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇത് കിടക്കാനും കൊള്ളാം, വിരിക്കാനും കൊള്ളാം. ഇതിന്റെ ഇത് ഓരോരുത്തരുടെ ഇഷ്ടമാട്ടോ ഇതിൽ കിടക്കുന്നത്. ഇതിന്റെ സൈഡിൽ ഫുള്ള് ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ്. അത് ഒരു നല്ല ഗ്രേപ്പ് കളറാട്ടോ. അതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ്. ഇത് സിംഗിൾ സൈസ് ആട്ടോ, 60x90 സൈസ് ആണ്. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്, 100% കോട്ടൺ, 100% സോഫ്റ്റ്. ഇതിന്റെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് 100% കോട്ടൺ. അത് തന്നെയല്ല, ഇപ്പൊ ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു എന്താ പറയുക, പ്രീമിയം ആയിട്ടുള്ള ഒരുപാട് TC ഉള്ള ഒരു കോട്ടൺ ഷീറ്റ്സ് ആണ്. അപ്പം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞതിൽ വളരെ സന്തോഷം. സ്റ്റോറിൽ വരുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഉള്ള പ്രിന്റ്സ് ഒക്കെ എടുക്കുന്ന ദിവസം വേഗം ഞാൻ കാണിക്കുക കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് ഓരോന്നിന്റെ വ്യത്യാസമായിരിക്കും. അതും കൂടി നിങ്ങൾ നമ്മളോട് ചോദിക്കണം, വാട്സപ്പിൽ ചോദിക്കണം. വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടില്ല. ഇതിന്റെ 2 വലിയ പില്ലോ കവേഴ്സ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിന്റെ ഓരോ കളേഴ്സ്, ഇതിന്റെ ഇതുണ്ട്, നല്ലൊരു ലൈറ്റ്, ഒരു ക്രീമും അല്ല, പിങ്കും അല്ല, പീച്ചും അല്ലാത്ത ഒരു ലൈറ്റ് കളറ്. പൂ കണ്ട് എന്ത് രസമാണെന്ന് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു പൂവാണ് കേട്ടോ. ഇത് ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് കോട്ടൺ ആണ്. നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ, ഇപ്പൊ കൈ വേദനയൊക്കെ ഉള്ള അമ്മച്ചിമാർക്കും അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ. അതാണ്. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആണ്, എന്തോ ഒരു സുഖമുണ്ട് കേട്ടോ. ഇത് കിടക്കാൻ നല്ല രസമായിട്ടുള്ള സൈസാണ് കേട്ടോ, ക്യൂൺ സൈസ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. പിന്നെ ഈ മാഗ്നിസ്കേപ്സിന്റെ കടയുണ്ടല്ലോ, ഞാൻ ഈ ഇടയ്ക്ക് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്താ ലാസ്റ്റ് പറയുന്നതിനും കുറെ അങ്ങ് തെറ്റിപ്പോവും. തെറ്റല്ല, മീൻസ് സ്പീഡ് ആക്കുവാണ്. ഇപ്പൊ മാഗ്നിസ്കേപ്സിന്റെ കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് കേട്ടോ. ഈ ചെറുപറമ്പത്ത് റോഡ് നല്ലൊരു റോഡാട്ടോ. അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ ഫസ്റ്റ് വരുന്നതാണ് മാഗ്നിസ്കേപ്സിന്റെ കട. അവിടെ ഒരു വണ്ടിക്കുള്ള പാർക്കിംഗ് ഉള്ളു ഫ്രണ്ടില്, ബാക്കിൽ ഒരുപാട് വണ്ടിക്കുള്ള പാർക്കിംഗ് ഉണ്ട്. അപ്പൊ അവിടെ പോയി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കി കാര്യം എല്ലാം നമ്മൾ നോക്കിക്കോളാം. ഒന്നും ടെൻഷൻ ആവണ്ട, വഴിയിലൊന്നും പാർക്ക് ചെയ്യണ്ട കേട്ടോ. ഇനിയുള്ളത് നല്ല 695 നല്ല ബെഡ്ഷീറ്റ് ആണ്. ഇത് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് കണ്ട, ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വിടർന്ന് കിടക്കുന്നത് കേട്ടോ. നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. സൈഡ് ബോർഡർ കണ്ടല്ലോ, പ്ലെയിൻ അല്ല, നല്ല വരവരെയുള്ള സൈഡ് ബോർഡർ ആണ്. നല്ല ഭംഗിയായിട്ട്, അതായത് പ്രിന്റിനകത്ത് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണോ അതാണ് സൈഡിൽ ഉള്ളത്. ഈ ഒരു ബെഡ്ഷീറ്റ് 2 സൈഡിൽ മാത്രമാണ് ബോർഡർ ഉള്ളേ. ഇത് തിക്കായിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് ക്രിസ്മസ് സ്പെഷ്യൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് ആണ് കേട്ടോ. ഈ ഷീറ്റിന് പ്രത്യേകത ഉണ്ട്, അതിപ്പോഴേ ഞാൻ വീഡിയോയിൽ തന്നെ പറയുവാണ്. ഇതിനകം ഭയങ്കര സോഫ്റ്റ് ആണ്, സൈഡ് ബോർഡർ നല്ല തിക്കാണ്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് ആഗ്രഹമുള്ള
ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആഗ്രഹമുള്ള ആൾക്കാരെ ഇത് വാങ്ങിക്കാവുള്ളൂ. സാധാരണ നമ്മൾ തിക്കായിട്ടുള്ള കോട്ടൺ ആണ്, ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റാണ്. ആദ്യമായിട്ടാണ് ഇത്ര ലൈറ്റ് വെയിറ്റിൽ നമുക്കൊരു ക്യൂൺ സൈസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് കേട്ടോ. നല്ല രസമാണ് അതിൻ്റെ പ്രിന്റ് കാണാൻ. സൈഡ് ബോർഡർ ഇതാണ്. നല്ല ഒരു ഭംഗിയായിട്ടുള്ള റേറ്റ് വന്നിട്ട് 890 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഈ ഒരു പ്രിന്റിന്, ഓരോ പ്രിന്റിന്, ക്രിസ്മസ് പ്രിന്റിനില്ലേ ലൈക്ക് ചിലത് 695 ആയിരിക്കും, ചിലത് 890 ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ പ്രിന്റ് ചെയ്തിരിക്കുന്ന എൻ്റെ സംഭവമാണ് കേട്ടോ. അപ്പോൾ മാഗ്നിസ്കേപ്സിൽ ഒരു 4 ഷീറ്റ് അങ്ങനെ ഉള്ളൂ 890, ബാക്കി എല്ലാം തന്നെ 695 ആണ്. ഇതുണ്ട്, ഇത് അടുത്ത ഷീറ്റ്. ഈ ലൈൻ ഇഷ്ടപ്പെടുന്ന നല്ല അപ്പച്ചമാർക്കും നമ്മുടെ ചേട്ടന്മാർക്കും നമ്മുടെ ആമ്പിള്ളേരുണ്ട്, അവർക്ക് ഈ ലൈൻസ് ഒക്കെ ഇഷ്ടം കേട്ടോ. അവർക്ക് ഈ പൂക്കൾ ചില സമയത്തൊന്നും ഇഷ്ടമേ ഇല്ല. ചില പെൺപിള്ളേർക്ക് പക്ഷെ ഇഷ്ടമാണ്, പക്ഷെ എന്നാലും കോമൺലി ആർക്കും ഇഷ്ടമല്ല. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട്. ഞാൻ തന്നെ ഇഷ്ടമില്ലെന്നൊക്കെ പറയുവാണ് കേട്ടോ. അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറയും, പക്ഷെ ഇതൊക്കെ റിയാലിറ്റി ആട്ടോ. ഇതിൻ്റെ സൈഡ് ബോർഡർ നല്ലൊരു ഗ്രേ കളറിൽ, നല്ല സൈഡ് ബോർഡർ, നല്ല വൈറ്റ് കളറിലുള്ള നല്ലൊരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. എന്നിട്ട് നല്ല സന്തോഷത്തോടെ ഇരിക്കണം. ബെഡ്ഷീറ്റ് കണ്ടാൽ സന്തോഷം കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും നമ്മൾ എപ്പോഴും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. നമ്മൾ ആര് ഫോഴ്സ് ചെയ്താലും ചെയ്യേണ്ട കേട്ടോ. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ സന്തോഷമൊക്കെ പോകും. അപ്പം നമ്മൾ ആദ്യം ഓർക്കും സന്തോഷത്തോട്ടെ, അവർ സന്തോഷത്തോട്ടെ എന്നൊക്കെ ഓർക്കും, പക്ഷെ നമ്മുടെ മനസ്സിലൊരു വിഷമമായിരിക്കും. അപ്പം നമ്മുടെ എന്താ ഇഷ്ടം അത് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. കാരണം പക്ഷെ കുറച്ചൊക്കെ നമുക്ക് സഹകരിക്കാം കേട്ടോ. ചിലതൊന്നും നമുക്ക് സഹകരിക്കാനേ പറ്റത്തില്ല. സഹകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സഹകരിക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ, ഈ സ്റ്റോറീസൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ല. അപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. താങ്ക്